തുർക്കിയിൽ ഹമാസ് സെൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന വാർത്ത പുറത്തു വന്നിരുന്നു. പ്രമുഖ മാധ്യമമായ വയനെറ്റാണ് വാർത്ത പുറത്തുവിട്ടത്. ഹമാസിൻ്റെ തുർക്കിയിലെ സെൽ ഇസ്രായേലിൻ്റെ നാഷണൽ സെക്യൂരിറ്റി മിനിസ്റ്റർ ബെൻഗുറിനെ വധിക്കാൻ പദ്ധതി തയ്യാറാക്കിയെന്നും വയനെറ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രായേലിനെതിരെ പരസ്യ നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണ് തുർക്കി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ നിരന്തരം വിമർശിക്കുന്ന ഭരണാധികാരിയാണ് തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗൻ. എന്നാൽ ഇസ്രായേലിൻ്റെ തീവ്ര വലതുപക്ഷക്കാരനായ മന്ത്രി ഇറ്റാമർ ബെൻഗുറിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം തുർക്കി നിഷേധിച്ചു. തെറ്റായ പ്രചാരണമെന്നാണ് തുർക്കി സംഭവത്തെ വിശേഷിപ്പിച്ചത്. 8 മാസം മുമ്പാണ് ബെൻഗുറിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയതെന്നാണ് പറയുന്നത്. എന്നാൽ അടുത്തിടെ നടന്നതുപോലെയാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ വാർത്ത നൽകുന്നതെന്ന് തുർക്കി കുറ്റപ്പെടുത്തി. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് 4 പ്രതികളെ അറസ്റ്റ് ചെയ്തതായി ബുധനാഴ്ച ഇസ്രായേലിൻ്റെ ഷിൻബെറ്റ് സുരക്ഷാ ഏജൻസി പ്രഖ്യാപിച്ചിരുന്നു. ബെൻഗുർ ജൂതരുടെ മതപരമായ ആഘോഷവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്ന സമയത്ത് സംഘം ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്നാണ് ഇസ്രായേലിൻ്റെ ആക്രമണം. വൈനെറ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെ: സംശയിക്കപ്പെടുന്നവരിൽ ഒരാൾ വർഷങ്ങൾക്ക് മുമ്പ് തുർക്കിയിലേക്ക് താമസം മാറിയിരുന്നു. അവിടെ അദ്ദേഹം ഹമാസ് അംഗങ്ങളുമായി ബന്ധപ്പെട്ടു. സായുധ ഡ്രോണുകൾ ഉപയോഗിച്ച് ബെൻഗുറിനെ വധിക്കാൻ അദ്ദേഹം പദ്ധതിയിട്ടതായും വൈനെറ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഡ്രോണുകളും മറ്റുപകരണങ്ങളും വാങ്ങുന്നതിനായി തുർക്കിയിലെ ചില സ്രോതസ്സുകളിൽ നിന്ന് ഏകദേശം $2000 സംശയിക്കപ്പെടുന്നവർക്ക് ലഭിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സംഘം 2 DJI ഡ്രോണുകൾ വാങ്ങി സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ചതായും വിജയകരമായി പരീക്ഷണം നടത്തിയതായും ഇസ്രായേൽ പോലീസ് വൈനെറ്റിനോട് പറഞ്ഞു. തുർക്കിയിലുള്ള ഹമാസ് നേതൃത്വവുമായി ചേർന്ന് ബെൻഗുറിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തുർക്കി ഹമാസിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് മാത്രമേ പിന്തുണ നൽകുന്നുള്ളൂ. ഹമാസിന് സൈനിക പിന്തുണ നൽകുന്നില്ലെന്നും തുർക്കി പറയുന്നു. ഹമാസ് അംഗങ്ങളെ ഒരു സന്ദർശനത്തിൽ 3 മാസത്തിൽ കൂടുതൽ താമസിക്കാൻ തുർക്കി അനുവദിക്കില്ലെന്നും വൈനെറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഹമാസ് അംഗങ്ങൾക്കെതിരെ തുർക്കി പ്രത്യേക നിയമങ്ങൾ നടപ്പാക്കുന്നുണ്ടെന്നും നിയമലംഘനങ്ങളുണ്ടായാൽ നാടുകടത്തലിന് വിധേയമാക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തുർക്കിയെ ലക്ഷ്യം വെച്ചുള്ള ഈ ആരോപണങ്ങൾ തുർക്കിയുടെ പലസ്തീൻ നിലപാടുകളെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണെന്നാണ് തുർക്കിയുടെ വിമർശനം. തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം സമീപ മാസങ്ങളിൽ വർദ്ധിച്ചിരുന്നു. കഴിഞ്ഞ വർഷം തുർക്കി ഇസ്രായേലുമായുള്ള വ്യാപാരം അവസാനിപ്പിച്ചിരുന്നു. ഗാസയിലെ വംശഹത്യയുടെ പേരിൽ UN ജനറൽ അസംബ്ലിയിൽ ഇസ്രായേലിൻ്റെ അംഗത്വം താൽക്കാലികമായി നിർത്തിവെക്കാൻ സമ്മർദ്ദം ചെലുത്താൻ കഴിഞ്ഞ മാസം രാജ്യങ്ങളോട് തുർക്കി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ളതും അനുബന്ധ കപ്പലുകളും തുർക്കി തുറമുഖങ്ങളിൽ അടുക്കുന്നത് തടഞ്ഞുകൊണ്ട് തുർക്കി അടുത്തിടെ അധിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ മാസം ഇസ്രായേലിനെതിരെ 6 ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് കപ്പലുകൾക്കും വിലക്ക് ഏർപ്പെടുത്തിയത്.